ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഞങ്ങളുടെ ഒരു ഈവനിങ് റൂട്ടീൻ കണ്ടാലോ. ഞാനപ്പോൾ അന്ന് നേരത്തെ കുളിച്ചു. ഇന്ന് എനിക്ക് ഹെയർ വാഷൊക്കെ ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഇതാ ഷുട്ടു ഇതങ്ങനെ താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് സമയം അവൾക്ക് ഇങ്ങനെ ടി വി വെച്ച് കൊടുത്തേക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓഫ് ചെയ്യണം. അങ്ങനെ ഇതാ ഞങ്ങൾ വൈകുന്നേരത്തെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാണ്. എത്ര ആവേശത്തിൽ ഇറങ്ങുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അമ്മമ്മ അവിടെ ചെടി നനക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിലേക്കാണ് ആളുടെ ശ്രദ്ധ മുഴുവൻ. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓടിപ്പിടിച്ച് അവൾ പോകുന്നത് കേട്ടോ. ഭയങ്കര ആവേശത്തിൽ തുള്ളി പിടിച്ച് പോകുന്നുണ്ട്. ഫുൾ ഓൺ വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. വെള്ളം പിന്നെ മേത്തേക്കാവുമ്പോഴുള്ള കൂക്കിയും ബഹളവും സന്തോഷവും ഒന്നും പിന്നെ പറയണ്ട. പിന്നെ ഞാൻ വെള്ളം ഒക്കെ മേത്തായതുകൊണ്ട് തന്നെ അപ്പം തന്നെ കുളിപ്പിക്കും കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളുടെ കറണ്ട് പോയി. അങ്ങനെ ആ ഷുട്ടുപ്പി കുളിച്ചു. ഇനി നമുക്ക് ക്രീമൊക്കെ ഇട്ടൊന്ന് സുന്ദരിയാവണം. അതിന് അവളൊന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ഈവനിങ് അധികവും കട്ടനാണ്. ഞാൻ ഗ്രീൻ ടീ ആണ്. ഞങ്ങളുടെ ഗ്രീൻ ടീ തീർന്നു പോയി. സോ ഇന്ന് കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ഷുട്ടിന് ഓരോ എയർ റൂട്ടൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇരിക്കില്ല. പിന്നെ ഈവനിങ്ങുള്ള നമ്മുടെ ചപ്പാത്തി ഡിന്നറായിട്ട് ഞങ്ങൾ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴച്ച് വെച്ച് പിന്നെ സന്ധ്യയ്ക്കുള്ള വിളക്ക് കത്തിക്കലും പരിപാടിയും അതൊക്കെ ഇവിടെ ഭയങ്കര നിർബന്ധമുള്ള കാര്യങ്ങളാണ്. എപ്പോഴും വിളക്ക് വെക്കുക അതൊക്കെ ഭയങ്കര എന്താ പറയുക, അതൊക്കെ എപ്പോഴും കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിതാ പിന്നെ പിന്നെ പാപ്പി വേണമെന്ന് പറഞ്ഞാൽ ഒച്ചയുണ്ടാക്കി. അവൾ ഇന്ന് നേരത്തെ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ പാല് കുടിച്ച് അങ്ങ് ഉറങ്ങിപ്പോയി. ഇന്ന് പിന്നെ എനിക്ക് കണക്കാണ്, ഇന്ന് ശിവരാത്രി ആയിരിക്കും. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കുമ്പോഴേക്കും ഷുട്ടുപ്പി എഴുന്നേറ്റു. അപ്പോൾ അത്രയും